നമസ്കാരം. വാസ്തുശാസ്ത്രം എപ്പിസോഡിലേക്ക്. ഇന്ന് നിലവിൽ ചിലർക്കെങ്കിലും വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അന്ധവിശ്വാസങ്ങൾ ഉണ്ട്. ആ അന്ധവിശ്വാസങ്ങളിൽ ഒരു അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സംഗതി, ആ ധാരണ മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ എപ്പിസോഡ് ഞാൻ വിനിയോഗിക്കുക. വാതിലിൻ്റെ സ്ഥാനം നമുക്ക് ഉച്ചത്തിലോ നീചത്തിലോ വെക്കണം. അല്ല, നീചത്തിലല്ല, ഉച്ചത്തിൽ, വീടിൻ്റെ ഉച്ചത്തിൽ വെക്കണം. അതെങ്ങനെ വെക്കണം, പ്രധാന വാതിൻ്റെയൊക്കെ സ്ഥാനം എവിടെ വരണമെന്നൊക്കെ ഞാൻ മുൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയാൻ പോകുന്നത് കതകിൻ്റെ സ്ഥാനം എവിടെ വേണമെന്നുള്ളതാണ്. കതക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വീടിൻ്റെ വാതിലിന് രണ്ട് പോർഷനുണ്ട്. ഒന്ന് കട്ടിള. ഈ കട്ടിളയിലാണല്ലോ വാതിൽ ഫിക്സ് ചെയ്യുക. ഇത് വീടാണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു വാതിൽ, നമുക്ക് കടന്നു പോകാനുള്ള വാതിൽ, ഇതൊരു വെസ്റ്റ് ദർശനം വീടാണെന്ന് വിചാരിക്കുക. ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് നോർത്ത്. അപ്പോൾ ഇതിൻ്റെ ഈ വാതിൽ വച്ച് പിടിപ്പിക്കുന്നത് ഏത് ഭാഗത്തായിരിക്കണം? ഈ ഭാഗത്തോ ഈ ഭാഗത്തോ? വീടിൻ്റെ പുറത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇത് വലതുവശവും ഇത് ഇടതുവശവും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മറിച്ച് വീടിനകത്ത് നിന്ന് നോക്കുമ്പോൾ ഇത് വലതുവശവും ഇത് ഇടതുവശവുമായി മാറുന്നു. അങ്ങനെയാണ് വശം കണ്ടുപിടിക്കുക. വീടിനകത്ത് നിന്ന് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഉള്ള ആ കാഴ്ചയിലാണ് ഇടവും വലവും തീരുമാനിക്കപ്പെടുക. ഈ ഇടത്തിലോ വലത്തിലോ ആണ് ഏതിലാണ് വാതിൽ ഘടിപ്പിക്കേണ്ടതെന്നുള്ളതാണ്, കതക് ഘടിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു സംശയം പലർക്കും ഉള്ളത്. മുമ്പ് കാലത്ത് നമുക്കറിയാമല്ലോ, മുമ്പ് കാലത്ത് വാതിലുകളെല്ലാം ഒറ്റ വാതിലായിരുന്നില്ല, ഒറ്റ വാതിലേ ആയിരുന്നില്ല. ഇങ്ങനെ 4 അടപ്പ് കാണും. അപ്പോൾ ഒരു പകുതി വരെയൊക്കെ ഒരു 2 എണ്ണം ഇങ്ങനെ പൂട്ടി നിന്നിട്ട് നമുക്ക് കൈയൊക്കെ വെച്ച് പുറത്തേക്ക് നിന്ന് നോക്കി നിൽക്കാം. ആ നിൽപ്പിനൊരു ആയാസം കിട്ടും. പിന്നെ പുറത്ത് ഉള്ളവരോട് സംസാരിക്കാം. മറിച്ച് പിന്നീടൊക്കെ അത് 2 വാതിലായി മാറി, 2 ഭാഗത്തും ഫിറ്റ് ചെയ്യും. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് അടച്ചിട്ട് കട്ടിലുടെ ഇത് ഇടുന്ന സംവിധാനം. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഏത് ഭാഗത്ത് വേണോ ഒറ്റ വാതിലാണെങ്കിൽ, ഒറ്റ കതകാണെങ്കിൽ ഘടിപ്പിക്കാം എന്ന്, സൗകര്യപൂർവ്വം. അപ്പോൾ മിക്കവാറും പേര് അകത്തു നിന്ന് നോക്കുമ്പോൾ ആ ദൃശ്യത്തിൽ, ഇവിടെ അകത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇത് ഇടതാണല്ലോ, ഇടത് ആ കട്ടിളയിലാണ് വാതിൽ കതക് ഘടിപ്പിക്കുക. അതിനൊരു സൗകര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ വലത് വശത്ത് പിടിച്ച് തുറക്കാം എന്നത് മാത്രം. ഏത് വശത്തും നമുക്ക് കതക് ഫിറ്റ് ചെയ്യാം. അതിന് കാരണം, നമ്മൾ ഇങ്ങനെ പടിഞ്ഞാറ് ദർശനം വീട് കിഴക്കോട്ടാണല്ലോ കയറി പോവുക. അപ്പോൾ ഈ വശത്ത്, ഈ വാതിലിനോട് ചേർന്ന് തന്നെ ഒരു ചുമര് ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കുക. ഇപ്പുറത്ത് ചുമരില്ല, ഈ ചുമര് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അകത്ത് നിന്ന് നോക്കുമ്പോൾ വലതുവശം എന്ന് തോന്നിക്കുന്ന ഈ ഭാഗത്ത് വാതിൽ ഘടിപ്പിച്ചാൽ, കതക് ഘടിപ്പിച്ചാൽ, ഞാനിപ്പോഴും കതകിന് വാതിലെന്നാ പറഞ്ഞു പോകുന്നത്, ക്ഷമിക്കണം അങ്ങനെ തെറ്റിപ്പോയാൽ. അപ്പോൾ ഈ കതക് തുറന്നു പോകുമ്പോൾ ഈ കതക് ചാരി വെച്ച് ഇവിടെ അടക്കാൻ കഴിയും, അല്ല തുറന്ന് വെക്കാൻ കഴിയും. ചുമരിനോട് ചേർന്നിരിക്കും. അതുപോലെ തന്നെ ഈ ചുമര് ഇവിടെ ഇല്ല എന്നിരിക്കട്ടെ, ചുമര് വരുന്നത് ഈ ഭാഗത്തു കൂടെയാണ് എന്നിരിക്കട്ടെ, ഇവിടെ ഓപ്പണാണ്. തീർച്ചയായിട്ടും ഇവിടെ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ
ഭാഗത്ത് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ വാതിൽ അങ്ങോട്ട് തുറന്ന ആ ചുമരിനോട് കതക് ചേർത്ത് വെക്കാനും കഴിയും. അങ്ങനെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കതക് തുറന്ന് വയ്ക്കാനുള്ള സൗകര്യത്തിനനുസരിച്ച് എവിടെ വേണോ കതക് കട്ടിളപ്പടിയിൽ ഫിറ്റ് ചെയ്യാം. ഒരു ഭയവും വേണ്ട, ധൈര്യമായി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നന്ദി.